11.5 ഹൈറ്റ്, വീതി എത്ര ഉണ്ടാവും? 5.5 അടി വീതി. സ്ക്വയർ ഫീറ്റ് റേറ്റാ പറയുന്നത്. അതെ, സ്ക്വയർ ഫീറ്റ് 40 രൂപ മുതൽ 650 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകൾ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഇത് ലെപ്പാട്ട ഫിനിഷാണ്. ലെപ്പാറ്റോ ഫിനിഷ്, യെസ്. കളർ ബോഡിയാണ്. നമുക്ക് സാനിറ്ററി ഡിവിഷൻ ഇവിടെ ഉണ്ട്. ഉണ്ട്. സാനിറ്ററി ഡിവിഷൻ ഇവിടെ ഉണ്ട്. മുകളിൽ കമ്പനിയുടെ ഓൺ ഷോറൂം ഉണ്ട്. യഥേഷ്ടം ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഒരു കംപ്ലൈന്റ് ഇല്ല, 0 ആണ് കംപ്ലൈന്റ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും വലിയ ടൈൽ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയലേശമെന്നെ പറയാൻ പറ്റുന്ന ഒരു ടൈൽ ബ്രാൻഡാണ് കജാരിയ. ഇന്നിപ്പോൾ കജാരിയുടെ എല്ലാ പ്രോഡക്റ്റും, അതായത് അവരുടെ ടൈല്, സാനിറ്ററി എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോർജ് കേദാരൻ ബിൽഡ്വെയർ കജാരിയ ഗാലക്സി കൊച്ചിയിലാണ്. ലൊക്കേഷനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് വരെ കജാരി ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ജോർജേട്ടനുണ്ട്. ജോർജേട്ടാ നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ജോർജേട്ടനൊപ്പം എത്തിയിരിക്കുകയാണ്. ഇന്ന് വരാനായിട്ടുള്ളൊരു സ്പെഷ്യൽ സംഗതി ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞേട്ടാ ജോർജേട്ടാ. ഇന്നിപ്പോൾ നമ്മളിവിടെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നല്ല, അതായത് കജാരിയുടെ ഓൾ പ്രൊഡക്റ്റ് എല്ലാം ഒറ്റ കൊടക്കയിൽ കിട്ടുന്ന സ്ഥാപനമായ കജാരിയ മുഴുവൻ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആ പ്രോഡക്റ്റുകൾ, അതായത് കജാരിയ ടൈൽസ്, കജാരിയ അഡ്ഹസീവായ ഗ്രസ് ബോണ്ട്, കജാരിയയുടെ സാനിറ്ററി വെയർ ബ്രാൻഡായ കെറോവിറ്റ് തുടങ്ങി ടൈൽസിൽ എല്ലാ ഡിവിഷനും കോർത്തിണക്കി എല്ലാം കൂടി ഉൾപ്പെടെയുള്ള ഒരു പുതിയ സ്ഥാപനം എറണാകുളത്ത് വന്നേക്കാണ്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ട് പറഞ്ഞതുപോലെ നമുക്ക് വെട്രിഫൈഡ്, സെറാമിക്, അവരുടെ സാനിറ്ററി, അവരുടെ അഡേസീവ്, ഇതെല്ലാം ഒരു കുടക്കീഴിലാക്കി ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞത്. ഇത് ആക്ച്വലി ഇതെങ്ങനെ തിരിച്ചറിയുന്നത്? ഇത് തിരിച്ചറിയാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കമ്പനി ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. കജാരിയ ഗാലക്സി. കജാരിയ ഗാലക്സി എന്നാണ് ഇതിന്റെ പേര്. അത് കജാരിയ ഗാലക്സി എന്ന് പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും ആ സ്ഥാപനത്തിൽ അവൈലബിൾ കൊണ്ടുപോകണം. ഇത് കേരളത്തിൽ ആദ്യത്തെയാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനമാണ് കജാരിയ ഗാലക്സി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ജോർജേട്ടാ എന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിനോട് ചോദിക്കുന്ന, ഇതുപോലുള്ള സംഗതികളൊക്കെ കജാരിയ ഇങ്ങനെ പിടിക്കാറില്ല. അതായത് 11.5 ഹൈറ്റ്, വീതി എത്ര ഉണ്ടാവും? വീതി 5.5 അടി വീതി. എനിക്ക് തോന്നുന്നു ഈ സൈസില് വേറെ ടൈൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല. ഇതുപോലുള്ള ഐറ്റത്തിന് പേര് പ്രത്യേകിച്ച് വല്ല പേര് വല്ലതും? യൂണിറ്ററ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂണിറ്ററ. ഇത് ഉൾപ്പെടെയുള്ള, അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതും ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സാധനം ഇവിടെ ഉണ്ട്. ഈ പ്രോഡക്റ്റ് ആകെ ഈ കജാരിയ ഗാലക്സി ഈ സ്റ്റുഡിയോയിൽ മാത്രം ഡിസ്പ്ലേയിലുള്ളൂ ഇപ്പൊ വന്നിട്ടുള്ളൂ. യൂണിറ്ററ. അത് ഈ വക പ്രോഡക്റ്റുകളെല്ലാം കണ്ണി ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരാം. ജോർജേട്ടാ, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 3 സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. മൂന്നാമത്തെ ഇത് മൂന്നാമത്തെയാ. ഒന്ന് കുറുപ്പമ്പടിയാണ്, 2 കുറുമശ്ശേരി. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ? ഇത് കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്ത്. എറണാകുളത്ത് വൈറ്റിലയിൽ ഗോൾഡ് സൂക്കുന്നൊരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതെ, നേരത്തെ. ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് കൈരളി ടയോട്ട ഷോറൂമിന്റെ മുകളിൽ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതായത് ബൈപ്പാസിൽ തന്നെയാണ്. ബൈപ്പാസിൽ തന്നെ കൈരളി ടയോട്ട ഗോൾഡ് സൂക്കിനടുത്ത് കൈരളി ടയോട്ട ഷോറൂമിന്റെ മുകളിലായിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ടൈൽസിന്റെ സെക്ഷൻ സ്ഥിതി ചെയ്യുന്നത്. അവരെ തന്നെ കെറോവിറ്റ് കജാരിയുടെ സാനിറ്ററി വെയർ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തന്നെ മുകളിൽ 3ാമത്തെ നിലയിൽ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു. അത് കമ്പനിയുടെ ഓൺ നോട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. കേട്ടോ, അവിടെ വേറെ ഗുണമുണ്ട്. അവിടെ പോയി സെലക്ട് ചെയ്താലും നമുക്ക് ഇവിടെ താഴെ ബില്ലടിച്ച് ഈ സാധനങ്ങളെല്ലാവരും അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഇത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇല്ലേ ജോർജ്? ഏത് പേരിലടിച്ചാൽ വരും ഇവിടെ? കജാരിയ ഗാലക്സി ബൈ ജോർജ് കേദാരൻ അടിച്ചാൽ നേരെ ഇവിടെ കൊണ്ടെത്തിക്കും. ഇതിന്റെ മുറ്റത്ത് വന്നിരിക്കും. തീർച്ചയായിട്ടും കജാരിയ ഗാലക്സി ബൈ ജോർജ് കേദാരൻ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പർ ഉൾപ്പെടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാനുള്ളവർക്ക് വിളിക്കാം, വരാനുള്ളവർക്ക് ഒന്നുമില്ല. ആ ലൊക്കേഷൻ ലിങ്ക് വന്നേക്കാം. എറണാകുളം അല്ലേ? ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതിപ്പോ ഇങ്ങനെയുള്ള ഈ വലിയ ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ടെൻഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കജാരിയുടെ ടൈല് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പറയും. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ആ ഒരു ധാരണ സ്വാഭാവികമായിട്ട് ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. കജാരിയ എന്ന് പറയുന്നത് ഒരു ജനകീയ ബ്രാൻഡാണ്. ആ ബ്രാൻഡിന് 40 രൂപ മുതൽ 650 രൂപ വരെ വിലയുള്ള
മുഴുവൻ പ്രോഡക്റ്റുകളും ഈ സ്ഥാപനത്തിൽ സ്ക്വയർ ഫീറ്റ് റേറ്റാ പറയുന്നത്. അതെ, സ്ക്വയർ ഫീറ്റ് 40 രൂപ മുതൽ 650 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകൾ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. അപ്പൊ എല്ലാ കസ്റ്റമറും ഉൾക്കൊള്ളിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ബ്രാൻഡാണ് കജാരിയ. അതാണ് ഇത് ജനകീയ ബ്രാൻഡ് ആയതും. അതെ, അതെല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, എല്ലാം കിട്ടുകയും ചെയ്യും. റെഡി സ്റ്റോക്കുമാണ്, സൈറ്റിൽ ഡെലിവറി കൊടുക്കും. അപ്പൊ ഈ വെല്ലിക്കാട്ട് ഷോറൂം കാണുമ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് പേടി വേണ്ട, സ്റ്റോക്ക് ഉണ്ട്. ഈ ഡെലിവറിയുടെ കാര്യം പറയുമ്പോൾ ചേർത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഡെലിവറി എവിടെ വരെ നമ്മൾ ചെയ്യും? എനിക്കറിയാം, എന്നാലും ചോദിക്കും. അതായത് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ഡെലിവറിയാണ്. ശരി. അതായത് പിന്നെ വീണ്ടും പറയാ, ഒരു ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ ഒരു 2 ബോക്സ് തികഞ്ഞില്ല. യെസ്, എന്ത് ചെയ്യും? അതിപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കസ്റ്റമർ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. അതെ, ആ ടെൻഷൻ വേണ്ട. നമ്മൾ ഉത്തരവാദിത്തത്തിൽ 2 ബോക്സ് ആയാലും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും. കാരണം അത് നമ്മുടെ സർവീസിന്റെ ഭാഗമാണ്. ഒരിക്കലും അത് നമ്മുടെ ലാഭം നോക്കാറില്ല. അത് സെക്കൻഡറി ആയിട്ട് മാറണം. ലാഭം അപ്പൊ പുറകെ പോകണം. ഓക്കെ, നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ശരി, ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. നമുക്കിപ്പോ നമുക്ക് മിച്ചം വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ ബാക്കി നമുക്ക് തികഞ്ഞില്ല, മിച്ചം വന്നാൽ നമ്മളുടെ കസ്റ്റമർ നേരെ ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ ഉറപ്പായിട്ടും അത് ടാക്സ് ഉൾപ്പെടെയുള്ള ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധിയിൽ ടാക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. തീർച്ചയായിട്ടും എത്തിക്കണം. ഇത് നമ്മുടെ എല്ലാ ഷോറൂമിലും ഉള്ളതാണ്. ഒരിക്കലും പ്രായോഗികമായിട്ട് കാസർഗോഡ് 2 മിനിറ്റ് ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഞാൻ പറയാം. ആ ടെക്നിക്ക് എല്ലാ വീട്ടിലും പുറത്തൊരു ഔട്ടർ ബാത്റൂം ഉണ്ടാവും. പണ്ടെന്ന് പറഞ്ഞാൽ വാൾട്ടേൽ സെപ്പറേറ്റ്, ഫ്ലോർ ടൈൽ സെപ്പറേറ്റ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, വാൾ ആൻഡ് ഫ്ലോർ എല്ലാം കോമൺ ആണ്. ഏത് വഴി ചെയ്യാം. അപ്പോൾ ഒരു ബാത്റൂമിന്, പുറത്തെ ബാത്റൂമിന് ടൈൽ എടുക്കാതിരിക്കാം. അപ്പൊ ഇന്നത്തെ ടൈലേമാരെ ഭയങ്കര കഴിവുള്ളവരാ. അവർ നല്ല കരവിരുതായിട്ട് ആ ബാക്കി വരുന്ന പ്രോഡക്റ്റുകൾ വെച്ചിട്ട് ആ പുറത്തെ ബാത്റൂമുകൾ ചെയ്യും. ആ വീട്ടുകാരെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണത്. അപ്പോൾ ബാക്കിയും വരില്ല, പറമ്പൊക്കെ ഒന്ന് നീറ്റാവും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കഷ്ണം കിടന്ന് നാശമാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ബാത്റൂം ടൈൽ കുറച്ചെടുത്താൽ മതി. ഇനി അഥവാ ബാലൻസ് നമുക്കിനിയിപ്പോൾ അവൈലബിൾ ആണെന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും വീടുകളിലൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ജോർജ് ചേട്ടാ, നമ്മളെ ഇപ്പം നമ്മൾ ഗ്രാനൈറ്റിന് പകരമായിട്ട് പല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കജാരിയയിലും ഉണ്ട്. കജാരിയയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് 15 തെക്രസിൽ കിച്ചൺ സ്ലാബ് സിറ്റൗട്ട് പോലുള്ള പൊസിഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കജാരിയ ഇറക്കി വയ്ക്കുന്നത് 15. അത് ഒത്തിരി കാറ്റഗറി ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇത് കോട്ട് സൈറ്റ് എന്ന് പറഞ്ഞ സാധനം, ഇത് ലാക്കറുണ്ട്, ഇത് ഗ്രാനൈറ്റ് നീക്കലിന്റെ തന്നെ. ഇതിന്റെ പ്രത്യേകം വെച്ചാലേ നമുക്ക് ഏത് വെയിലും മഴയും കൊണ്ടോട്ടെ ഒന്നും സംഭവിക്കില്ല, ഒരു പ്രശ്നമില്ല. ഗ്രാനൈറ്റ് എത്ര അതായത് നാച്ചുറൽ ആണ്. വെയിൽ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നരയ്ക്കും. കേട്ടാ, സൈസ് ഏതാ വരിക? ഇത് 8 അടി 80 സെന്റിമീറ്ററും ഉണ്ട്. അതായത് 2400x800 കിച്ചൺ സ്ലാബിന്റെ സൈസിൽ. ഇത് തന്നെ 2600x800 ഉണ്ട് അവൈലബിൾ. അതുണ്ട്. അത് അപ്രോക്സിമേറ്റ് ഒരു 9 അടിയൊക്കെ വരുന്ന പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതായത് 2400x800, 2600x800. ഇതിനകത്ത് ലാക്ക റെഡ്, ബ്ലാക്ക്, കോട്ട്സൈറ്റ്. ഇതിന്റെ പ്രത്യേകത വെച്ചാലേ ഇത് ഉരുട്ടി കഴിഞ്ഞ സെയിം തന്നെ കിട്ടാം. നമുക്ക് ഈക്വൽ ടു ഗ്രാനൈറ്റ് ആണ്. ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡിയാണ്, ഒരു കംപ്ലൈന്റും വരില്ല. ഇത് നല്ല ബെസ്റ്റ് ഫുൾ ബോഡിയാണ്. ഇവിടെ നോക്കിയാൽ മതി. അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഈ ഡോട്ട്സ് എല്ലാം തന്നെ എത്ര ഉരുട്ടിയാലും ആ ഡോട്ട്സ് അതിനുള്ളിലുണ്ടാവും. ഫുൾ ബോഡി എന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അതായത് ഈ കമ്പനികളെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ഈ കജാരിയ. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാനൈറ്റിൽ നിന്ന് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് ചെയ്തു വരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ ഒരു കംപ്ലൈന്റ് ഇല്ല, 0 ആണ് കംപ്ലൈന്റ്. ഇത് ലെപ്പാട്ട ഫിനിഷ് ആണ്. കളർ ബോഡിയാണ്. ഓക്കെ, അതായത് ബ്ലാക്കിന് ബ്ലാക്ക് ബോഡി. ഇതിനകത്ത് കുറച്ച് കളേഴ്സ് ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കിന് ബ്ലാക്ക് ബോഡി, നല്ല ഗ്ലേസ് ഉണ്ട്, ലെപ്പോട്ട ഫിനിഷ് ആണ്. അഴുക്ക് പിടിക്കില്ല, സ്റ്റെയിൻ പിടിക്കില്ല. വെളിയിൽ ഏത് വെയിലും മഴയും കൊണ്ടിട്ട് ഒന്നും സംഭവിക്കില്ല, സ്ലിപ്പറി വരില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിക്കുന്ന പ്രോഡക്റ്റ് ആണ്. കുറച്ച് ഡിസൈൻസ്. ഇതൊരു ഗ്രേ കളറിൽ വരുന്നതാണ്. ഏത് കളറിലുള്ള സംഭവം. ഇതിന്റെ പ്രത്യേകത ഗ്രേ ബോഡി ആയിരിക്കും ഉണ്ടാവുക. അതായത് കളർ ബോഡി. ഇത് ബ്രൗൺ ആണ്. ബ്രൗണിന്റെ ഈ സൈഡിലെ എഡ്ജിൽ നോക്കിയാൽ കാണാം ബ്രൗൺ ബോഡി. ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ കണ്ടാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാവരും നമുക്ക് ഗ്രാനൈറ്റിന് ബദലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കജാരിയുടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ്
സംഭവമാണ് ഇപ്പൊ. ഇത് നമ്മുടെ കോട്ട സ്റ്റോണിന്റെ ഒരു അതെ അതെ കോട്ട സ്റ്റോണിന്റെ ഡിസൈൻ, ഗ്രീൻ കോട്ട ഗ്രീൻ കോട്ട അതന്നെ. പക്ഷെ അതിനേക്കാൾ ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടല്ലോ, അതെ, അതിമനോഹരമായ ഫിനിഷിംഗ് ആണ്. അടുത്തത് ഇതാണ്, അതെ ഒരു വൈറ്റ് കളർ അല്ലേ? അതെ 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 വൈറ്റ് കളർ. അങ്ങനെ ടോട്ടൽ 5 കളറിലാണ്. ഇപ്പൊ ഞാൻ ഹോട്ടലിൽ ചായ കുടിച്ചപ്പോ ടേബിൾ ടോപ്പ് ഇട്ടേക്കുന്നത് ഇതാ. അല്ല, ഇത് എത്ര ഭയങ്കര ഭംഗിയാ. തിക്നെസ് എന്നാ വരുന്നത്? 15 mm തിക്നെസ്, 15 mm. അതുകൊണ്ടാണ് ഞാൻ ഈക്വൽ ടു ഗ്രാനൈറ്റ്, ഈക്വൽ ടു ഗ്രാനൈറ്റ്. അതിനായത് ഗ്രാനൈറ്റിന് കളർ എങ്ങനെയാലും നാച്ചുറൽ ആണല്ലോ, കളർ ഫെയ്ഡ് ആവും. എത്ര സംഭവമായാലും കളർ ഫെയ്ഡ് ആവും. ഇതിന് ഒരു കംപ്ലൈന്റും ഇല്ല, അത്ര ക്വാളിറ്റി ക്ലിയർ ആയിട്ടിരുന്നോളൂ. ജോർജ് ചേട്ടാ, നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, എന്നാലും ചോദിക്കാം. നമുക്ക് സാനിറ്ററി ഡിവിഷൻ ഇവിടെ ഉണ്ട്, സാനിറ്ററി ഡിവിഷൻ ഇവിടെ ഉണ്ട്. മുകളിൽ കമ്പനിയുടെ ഓൺ ഷോറൂം ഉണ്ട്, യഥേഷ്ടം ഡിസ്പ്ലേ ഉണ്ട്. അത് ഏത് സെലക്ട് ചെയ്താലും ഏത് സെലക്ട് ചെയ്താലും നമുക്ക് ബില്ലടിച്ച് നമുക്ക് അവരുടെ വീടുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റും, കസ്റ്റമറുടെ വീടുകളിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകം ഇപ്പോഴത്തെ ട്രെൻഡ് കളർ, അതായത് കളർ ഇപ്പോഴും ട്രെൻഡാണ്. ഡിസൈൻ ക്രോം കളർ കൂടാതെ ഗോൾഡൻ കളർ, കോപ്പർ കളർ, അങ്ങനെ പല പല കളറുകളിൽ ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ. ഷവറൊക്കെ നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയാണ്, അടിപൊളി ഷവർ. ആ സെറ്റ് തന്നെ ഫുൾ സെറ്റ് ഉണ്ട്. അതായത് നമുക്കൊരു ബാത്റൂമിലേക്ക് വേണ്ട ബാക്കിയുള്ള ആക്സസറീസ്, അത് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ്. കളർ ക്ലോസറ്റുകൾ, കളർ വാഷ് ബേസിൻ, വൈറ്റ്, എല്ലാ പ്രോഡക്റ്റും ഇതിന്റെ മുകളിൽ യഥേഷ്ടം ഡിസ്പ്ലേ ഉണ്ട്. അത് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബില്ലടിച്ച് കൊടുക്കാൻ പറ്റും. ഈ ടൈൽ എടുക്കുമ്പോഴത്തേക്കുള്ള മെഷർമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനമാണ്. നമ്മൾ ഒത്തിരി ആവർത്തനമാണ്, പക്ഷെ ആ ആവർത്തനം ജനങ്ങൾക്ക് അറിവ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൻഡ് വലിയ ഒരു വിഷയമില്ല. കാരണം അത് അവർക്ക് വിരസാവില്ല കാണുന്നവർക്ക്. അതായത് നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഒരു ബോക്സ് ടൈൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അടിക്കണക്കിലാണ് ബില്ലടിക്കുന്നത്. 48 ഇഞ്ച് 24 ഇഞ്ച് അങ്ങനെ ഒരു സംഭവം അടിക്കാൻ തന്നെ പാടില്ല. ഇന്ത്യൻ നിയമപ്രകാരം സെന്റിമീറ്ററും മില്ലിമീറ്ററും മീറ്ററും മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇഞ്ചോ അടിയോ മറ്റുള്ളതൊക്കെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിലുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സെന്റിമീറ്റർ, മീറ്റർ, സ്ക്വയർ മീറ്റർ ഇങ്ങനെയാണ് പോകാവൂ. മില്ലിമീറ്റർ ഈ വക കാര്യങ്ങളിൽ മാത്രം പോകാവൂ. പക്ഷേ നമ്മുടെ ടൈലിന് 48 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ബില്ലിൽ കാണുന്ന 48 ഇഞ്ച് ടൈലിൽ ഉണ്ടാവില്ല. ടൈൽ 120 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്രോക്സിമേറ്റ് 47.25 ഇഞ്ച് ഉണ്ടാവുള്ളൂ. ശരി. പക്ഷെ 48 ഇഞ്ച് 24 ഇഞ്ച് എന്ന് പറയുമ്പോൾ 428 നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചത്. ഞാൻ ഇപ്പോഴും പഠിച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസം ഈ സ്ക്വയർ മീറ്റർ കൂട്ടാൻ പഠിച്ചാൽ ഒരു ബോക്സ് ടൈല് 15.5 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളൂ. അത് ബോക്സിന്റെ മീതെ തന്നെ ഏരിയ കവറേജ് എഴുതിയിട്ടുണ്ട് എല്ലാ ബോക്സിന്റെ. പക്ഷെ ഒത്തിരി കസ്റ്റമർക്ക് അത് അറിയില്ല, 100 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു ബോക്സ് തരുമ്പോൾ മറ്റേ ഈ ഇഞ്ച് കണക്കിന് കൂട്ടുന്ന കടയുമായിട്ട് ഒരു ബോക്സിന് 50 രൂപയുടെ വ്യത്യാസം വരും. 50 രൂപ കുറവുണ്ടാവും, 1-2 രൂപ 50 രൂപ കുറവുണ്ടാവും. അത് നോക്കി ശ്രദ്ധിച്ചു. അത് 4.2. ഇനി 6.4 ആണെങ്കിൽ 6.4 24 എന്നുള്ള പറയണേ. കേക്ക് ആൻഡ് എസ്റ്റിനാണെങ്കിൽ 6.4 എന്ന് പറഞ്ഞാൽ 120 സെന്റിമീറ്റർ ഉണ്ട്, 150 സെന്റിമീറ്റർ ടൈൽ ഉണ്ടാവുള്ളൂ. ഒരു ബോക്സ് പറഞ്ഞാൽ 46.5 സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷെ അടിക്കണക്കിൽ കൂട്ടുമ്പോൾ 48 സ്ക്വയർ ഫീറ്റിന് അളന്ന് കാശ് വാങ്ങുന്ന ആളുകളുണ്ട് മാർക്കറ്റിൽ. അപ്പൊ അടിക്കണക്കിലോ ഇഞ്ച് കണക്കിലോ നിങ്ങൾ ടൈൽ എടുക്കരുത്, ഒരു കസ്റ്റമർ ടൈൽ എടുക്കരുത്. അതിന്റെ പേരിൽ തന്നെ ഞാൻ പറഞ്ഞാൽ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ആവർത്തന വിരസമാണെങ്കിൽ പോലും ഇത് കസ്റ്റമർക്ക് ആവശ്യമുള്ള സംഭവമാണ്. അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ജോർജ് കേദാറിന്റെ ആ ഒരു പാരമ്പര്യം നമ്മളിപ്പോൾ ആദ്യമേ 3 പറഞ്ഞിരുന്നു. നമ്മൾ ഏത് കാലഘട്ടത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇൻഡസ്ട്രിയിൽ 35 വർഷമായിട്ടുള്ളതാണ്. 35 വർഷം മുമ്പ് കുറുമശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. അതിനുശേഷം 2011 ഡെവലപ്പ് ചെയ്ത് വലിയൊരു ഷോറൂം ആക്കി. അത് കഴിഞ്ഞ് 2015 കുറുപ്പമ്പടി എന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ തമ്പുരാന്റെ കൃപ കൊണ്ട് എറണാകുളം വൈറ്റിലയിൽ ബിസിനസിന്റെ ഹബ്ബായ വൈറ്റിലയിൽ എത്തിയേക്കാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. അത് കജാരിയയുടെ എന്താ പറയാ എക്സ്ക്ലൂസീവ്. അതെ, കജാരിയ ഗാലക്സി കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്ഥാപനം കജാരിയ ഗാലക്സി. അത് തമ്പുരാൻ കൊണ്ട് തന്നേക്കുന്നതാണ്. മോനെ നീ പെടക്കെടാന്ന് കേട്ടാ. അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെയാണ്. തൊഴിലാളികളുടെ ഭയങ്കരമായ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. എപ്പോഴും അങ്ങനെ നമ്മുടെ എന്താ പറയുക, സ്വർണം വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണെങ്കിലും അത് വിൽക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കൂട്ടായ്മ അതൊരു വലിയ ഘടകമാണ് നമ്മുടെ സ്ഥാപനത്തിന്. എല്ലാ തൊഴിലാളികളും ഒപ്പം നിന്ന് അവരുടെ സ്വന്തം സ്ഥാപനം പോലെ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ജോർജ് ചെയ്ത
പ്രൈവറ്റ് ലിമിറ്റഡ്. യെസ്. അതിൻ്റെ കൂടെ ഇനി കജാരിയ ഗാലക്സി ബൈ ജോർജ് കൈതാരൻ. ഞാൻ പ്രത്യേകം ഗൂഗിളിൽ അടിക്കണം, കജാരിയ ഗാലക്സി ബൈ ജോർജ് കൈതാരൻ. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പേര്. ആ ഗൂഗിളിൽ വെച്ചാൽ നിങ്ങൾ ഇവിടെ വരും. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല, നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്രീ ഡെലിവറിയാണ്. തിരിച്ച് റിട്ടേൺ പോളിസി ഉണ്ട്. ആ റിട്ടേൺ പോളിസി നമ്മൾ പറഞ്ഞു, കൊണ്ടുതന്നാൽ തിരിച്ചെടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുതന്നാൽ പൂർണ്ണമായിട്ടുള്ള ഇതും തിരിച്ചെടുക്കും. അത് എത്തിച്ച് തരണം. അത് ടാക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിലയും അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് പോകും. യെസ്. ഒരു ബോക്സിന്റെ വാല്യൂ ആണെങ്കിലും അത് അക്കൗണ്ട് വഴിയാണ് പോവുള്ളൂ, ക്യാഷ് ആയിട്ട് കൊടുക്കില്ല കേട്ടോ. അതും പ്രത്യേകം ക്യാഷ് ആയിട്ട് കൊടുക്കുക. ക്യാഷ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ല, അക്കൗണ്ട് വഴിയാണ് അത് പോവുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ബോക്സ് ടൈല് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ സാധനം എത്തിച്ചേരും. അത് സർവീസിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ലാഭം നഷ്ടമല്ല വിഷയം, അത് സർവീസിന്റെ ഭാഗമാണ്. യെസ്. അപ്പോൾ ഇതാണ് കജാരിയ ഗാലക്സി ബൈ ജോർജ് കൈതാരൻ. കജാരിയ ഗാലക്സി ബൈ ജോർജ് കൈതാരൻ പെടച്ചു കച്ചവടം ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളത് പറഞ്ഞ പോലെ നേരെ ഇങ്ങോട്ട് വന്നു, ബാക്കി ജോർജ് ചേട്ടൻ കൈകാര്യം ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. സെയിം ടു യു. നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസകൾ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ബാക്കി നിങ്ങൾ നേരിട്ട് വരിക, നേരിട്ട് വന്ന് തന്നെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അതുവരെയും ഞങ്ങൾ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.